ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയ 2 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ ഒരു ഡ്രിങ്ക് വയറിലെ കൊഴുപ്പ് കുറച്ച് വയർ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. വണ്ണം കൂടുതലുള്ളവർക്കും, ഇനി വയർ മാത്രമാണ് കുറയ്ക്കാൻ ഫോക്കസ് ചെയ്യുന്നത്, വയറിലെ കൊഴുപ്പാണ് കുറയ്ക്കേണ്ടത്, ചാടി നിൽക്കുന്ന വയറ് ചുരുങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും, അതുപോലെ പ്രഗ്നൻസിക്ക് ശേഷം വയറ് ചാടിയവർക്കുമൊക്കെ ഈയൊരു ഡ്രിങ്ക് ഇതുപോലെ തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. വയർ കുറയ്ക്കാൻ മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ വീക്കം കുറയ്ക്കാനും ശരീരം മുഴുവൻ ഡീടോക്സിഫൈ ചെയ്യാനും ലിവറിൻ്റെ ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യാനും ശരീരത്തിലെ അനാവശ്യമായ കൊഴുപ്പ് കുറച്ച് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനുമൊക്കെ സഹായിക്കുന്ന നല്ലൊരു ഡ്രിങ്ക് കൂടിയാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, ഫാറ്റ് ലോസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഈയൊരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഈയൊരു ഡ്രിങ്ക് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു ലെമൺ ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തൊലിയൊന്ന് മാറ്റിയെടുക്കുക. ഉപാചയ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്ന നല്ലൊരു ഫ്രൂട്ടാണ് ലെമൺ. വൈറ്റമിൻ സി മാത്രമല്ല, നാരുകൾ, പോഷകങ്ങൾ, ധാതുക്കൾ, വൈറ്റമിൻ B6, സിട്രിക് ആസിഡ്, പൊട്ടാസ്യം തുടങ്ങിയ മിനറൽസും നാരങ്ങയിൽ കാണപ്പെടുന്നു. കൂടാതെ ശരീരത്തിലെ വിഷവസ്തുക്കളെ പുറന്തള്ളാനും ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും വളരെ നല്ലതാണ് ലെമൺ. തൊലി കളഞ്ഞതിനു ശേഷം ഈ ലെമൺ ചെറുതാക്കി മുറിച്ചെടുക്കുക. ഇനി ഈ ഡ്രിങ്ക് തയ്യാറാക്കാനായി നമുക്ക് ആവശ്യമുള്ള അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് ഇഞ്ചി. ചെറിയൊരു പീസ് ഇഞ്ചി എടുത്ത് തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ജിഞ്ചറോൾസ്, ഷോഗോൾസ് എന്നറിയപ്പെടുന്ന സംയുക്തങ്ങൾ ഇഞ്ചിയിൽ കാണപ്പെടുന്നു. ഇത് ഉപാചയ പ്രവർത്തനത്തെ വേഗത്തിലാക്കുകയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. കൂടാതെ ദഹന പ്രശ്നങ്ങൾ മാറ്റാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനുമൊക്കെ സഹായിക്കുന്ന നല്ലൊരു സുഗന്ധവ്യഞ്ജനം കൂടിയാണ് ഇഞ്ചി. ഇഞ്ചിയും ലെമണും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും ലെമണും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 ലിറ്റർ വെള്ളം ഒഴിക്കുക. നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് അരിച്ചൊഴിക്കുക. 1/2 ലിറ്റർ വെള്ളമൊഴിച്ചാണ് ഈ ഒരു ഡ്രിങ്ക് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്നും പകുതി വെള്ളം രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിലാണ് കുടിക്കേണ്ടത്. ബാക്കി വരുന്നത് രാത്രിയിലാണ് കുടിക്കേണ്ടത്. രാത്രിയിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് ഈ വെള്ളം കുടിക്കുക. ഈ വെള്ളം കുടിച്ചതിന് ശേഷം പിന്നെ ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല. 10 ദിവസം അടുപ്പിച്ച് കുടിക്കുക. അപ്പോഴാണ് നല്ല റിസൾട്ട് ലഭിക്കുന്നത്. വെയിറ്റ് ലോസിന് ഇത് സഹായിക്കും. കൂടാതെ നല്ല ഡൈജഷൻ ഇത് നല്ലതാണ്. മെറ്റാബോളിസം ഇംപ്രൂവ് ചെയ്യാനും ഗട്ട് ഹെൽത്തിനും ഇത് വളരെ നല്ലതാണ്. ശരീരത്തിലെ വിഷാംശമെല്ലാം പുറന്തള്ളാൻ ഇത് സഹായിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നതിലൂടെ ലഭിക്കുന്നത്. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നതിനോടൊപ്പം തന്നെ ഡയറ്റും കൂടെ ഫോളോ ചെയ്യണം. കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭക്ഷണങ്ങളും പ്രോട്ടീനും ഫൈബറും ധാരാളമടങ്ങിയ ഭക്ഷണങ്ങളുമെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ മധുരം ധാരാളമടങ്ങിയ ഭക്ഷണങ്ങളും ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങളും ഉപ്പടങ്ങിയ ഭക്ഷണങ്ങളുമൊക്കെ പരമാവധി ഡയറ്റിൽ നിന്നും ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ഡയറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വണ്ണം കുറയ്ക്കാനായി സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്